ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ എൻ്റെ യാത്രയിലൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ ചിന്തിക്കും. ദൈവത്തിന്റെ ഉത്തരവാദിത്തമേ, ദൈവത്തിന്റെ ഉത്തരവാദിത്തം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അക്ഷാംശരേഖ, രേഖാംശരേഖ, സൂര്യൻ, സൗരയൂഥങ്ങൾ, ചന്ദ്രൻ, ഭൂമി, മഴ, വെയില്, കാറ്റ്, കടല്, എന്തെല്ലാം നാം അറിയാത്ത ശക്തികൾ പോലെ ഈ ഭൂമിയിലുണ്ട്, ലോകത്തിലുണ്ട്. ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ ഉത്തരവാദിത്വം. ഭൂമധ്യരേഖയ്ക്ക് ആ രേഖയിൽ നിന്ന് ആ അളവിൽ നിന്ന് മാറാൻ പറ്റുമോ? അക്ഷാംശ രേഖാംശ രേഖകൾക്ക് ആ അളവിൽ നിന്ന് മാറാൻ പറ്റുമോ? ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരത്തിന്റെ അളവിന് വ്യത്യാസം വരാൻ പറ്റുമോ? സൗരയൂഥങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. ഈ ഭൂമി പോലും 365 ദിവസം ഒരു അച്ചുതണ്ടിൽ കറങ്ങുകയാണെന്നാ പറയുന്നേ. ഇതിന്റെയൊക്കെ കറക്കമൊന്ന് നിന്നുപോയാൽ നിങ്ങളൊന്ന് ആലോചിച്ച്. പൂച്ചയുടെ ഭക്ഷണം എലിയ. പൂച്ച പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഭക്ഷണം തരണമെന്ന് പൂച്ച പ്രാർത്ഥിക്കുക. ഒരു ജീവിയല്ലേ, അതിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കണ്ട, അപേക്ഷയാണത്. ദൈവം പ്രാർത്ഥന കേട്ടു, അതിന് മുമ്പിൽ കൂടി ഒരു എലിയെ വിട്ടു. പൂച്ചയുടെ ഭക്ഷണമാണല്ലോ എലി. ഈ പൂച്ച എലിയെ ചാടിപ്പിടിച്ചു, പിടികൂടി പല്ല് ദേഹത്ത് കൊണ്ടപ്പോ എലി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഈ പൂച്ചയുടെ വായിൽ തന്നെ രക്ഷിക്കണേ. നിങ്ങൾ ചിന്തിച്ചേ, ഈ പൂച്ച കുറെ നേരമായിട്ട് പ്രാർത്ഥിച്ചതിന്റെ മറുപടിയായിട്ടാണ് എലി അത് വന്നത്. അപ്പൊ എലി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, പൂച്ചയുടെ വായിൽ നിന്ന് രക്ഷിക്കണേന്ന്. പൂച്ചയുടെ വായിൽ നിന്ന് എലിയെ രക്ഷിച്ചാൽ പൂച്ച പട്ടിണിയാകും. പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ദൈവം പ്രാർത്ഥന കേട്ടാൽ എലിയുടെ കാറ്റും പോകും. ഇങ്ങനെയുള്ള കോടാനുകൂടി അപേക്ഷകളും ചില അപേക്ഷകളുടെ ഉപേക്ഷകളും ഇതെല്ലാം കൂടെ കൈകാര്യം ചെയ്യുന്ന സർവശക്തനായ ദൈവം ഇറാഖ് യുദ്ധത്തിൽ ജയിക്കണമെന്ന് ജോർജ് ബുഷ് പ്രാർത്ഥിച്ചാൽ ദൈവം ജയിപ്പിക്കുമോ? ആ ജയം ഇറാഖിലെ ആയിരക്കണക്കിന് മനുഷ്യന്റെ മരണമാണെങ്കിൽ ആ മരിക്കുന്ന പട്ടാളക്കാരുടെ ഭാര്യമാരും മക്കളും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ? ആകെ കൺഫ്യൂഷനായല്ലേ? എന്റെ ചിന്ത ഇതിനെല്ലാം മറുപടി പറഞ്ഞു തീർക്കുക, ഹെവൻലി മന്നായിലൂടെ ഇതിനെല്ലാം മറുപടി പറയാന്നുള്ളതല്ല. റെസ്പോൺസിബിലിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഉത്തരവാദിത്വം.